അധികാരം ജനസേവനത്തിന് കിട്ടുന്ന അവസരമായി കണ്ടുള്ള സദ്ഭരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്തെ തിരുവല്ലത്ത് വികസിത് ഭാരത് സങ്കല്പ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി എന്നതിലുപരി പ്രധാന സേവകൻ എന്ന നിലയിലാണ് നരേന്ദ്രമോദി ജനങ്ങളോട് സംവദിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഈ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നവംബർ മാസം 15-ാം തീയതി നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭഗവാൻ ബിർസ മുണ്ടയുടെ ജയന്തി ദിനത്തിലാണ്. ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ആദിവാസികളും കടലോര മേഖലയിലുള്ളവരും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ, ആ പദ്ധതികൾ ജനങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു. Leaders like our Muralidharan sir are instrumental in making this country a proud country for all of us. Viksit Bharat Yatra, Sankalp Yatra has been rolled out in the entire country, covering all the villages, and it is launched on the ലോകത്തിലെ ഏറ്റവും മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ ഇടം നേടിയത് ജനപക്ഷ വികസനം കേന്ദ്ര സർക്കാരിന്റെ നയമാക്കിയതിനാലാണ്. അതിന്റെ ഗുണഫലം ഓരോ പൗരനിലും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാകുമ്പോൾ സമൃദ്ധിയും സമ്പത്തും എല്ലാവർക്കും ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. രാജ്യത്തെ ഓരോ പൗരനും വീടും വെള്ളവും വൈദ്യുതിയും ഉറപ്പാക്കുന്ന ശ്രമങ്ങൾ തുടരുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി പാർവതി, SBI DGM ദീപക് ലിംഗ്വാൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.